ആ 3-4 ദിവസമെങ്കിൽ 3-4 ദിവസം അവരിവിടെ നിൽക്കട്ടെ. ഇനി അതിന്റെ പേരിൽ അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടും. ഫ്ലൈറ്റ് ടിക്കറ്റ് ഇന്നത്തേക്ക് കിട്ടിയില്ല ദേവൂട്ടി. ട്രെയിനിൽ തൽക്കാലം നോക്കിയിട്ടും രക്ഷയില്ല. ഇനിയിപ്പോ രാത്രി 1 മണിക്ക് പുറപ്പെടുന്ന ഒരു സ്ലീപ്പർ ബസ്സുണ്ട്. അതിൽ വരുന്നതിലും നല്ലത് ഞാനൊരു ടാക്സി എടുത്ത് വരുന്നതാ. 1 മണിക്കൂറിനകം പുറപ്പെട്ട പുലർച്ചെ ആകുമ്പോഴേക്കും വീടെത്തുമല്ലോ. രാത്രിയിൽ യാത്ര ചെയ്ത ക്ഷീണാവില്ലെന്നോ? അതിപ്പോ ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ടാക്സിയിലാണെങ്കിലും ക്ഷീണം കാണില്ലേ? ഏത് നേരം കുട്ടികൾ ഫോണിലാണല്ലോ. ഇന്നലെ അമ്മയുടെ ഫോൺ ദേവൂട്ടിയുടെ കയ്യിലായതുകൊണ്ട് രാത്രി മുഴുവൻ രണ്ടുപേരും സംസാരമായിരുന്നു. ആഹാരം ഉണ്ടാക്കലും കഴിക്കലും എല്ലാം രണ്ടുപേരും തമ്മിൽ കണ്ടുകൊണ്ടായിരുന്നു. എന്റെ ദേവി, ഈ കുട്ടികളുടെ സ്നേഹം കാണുമ്പോ മനസ്സിനൊരു തണുപ്പാ. എല്ലാം അവരാഗ്രഹിച്ചതുപോലെ നടത്തി കൊടുക്കണേ അമ്മേ. മാഡം, മാഡം ലുക്ക് അറ്റ് ഷീ. എത്ര നേരായിന്നറിയോ മൊബൈലിൽ ഇങ്ങനെ വീഡിയോ കോളിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട്? സംതിങ് ചീഞ്ഞു നാറുന്നുണ്ട് മാഡം. എന്ത് ചീഞ്ഞു നാറ്? ഇത് അവൻ തന്നെയായിരിക്കും, സന്ദീപ്. അതിന് അവനും അവൾക്കും വളം വെച്ചു കൊടുക്കാൻ കുടുംബത്തിൽ തന്നെ ആളുണ്ടല്ലോ, മാധവേട്ടന്റെ അമ്മ. എന്റെ ബലമായ ഡൗട്ടേ അത് സന്ദീപ് സാർ തന്നെയാണോന്നാ. ആ, എന്തേലും ആവട്ടെ. ഒരു കാര്യം ഉറപ്പാ ശകുന്തളെ, ദേ ഇവളെ എന്റെ മരുമകളായി ഈ വീട്ടിൽ ഞാൻ വാഴിക്കത്തില്ല. അത് 100% ഉറപ്പാ. മൈ ഗോഡ്, അപ്പോ ഈ വീട്ടിൽ ഒരു കിഡിലെ അമ്മായിമ്മ പോലുള്ള സ്കോപ്പ് ഉണ്ട്. മതി, ഞാനത് മുതലെടുത്ത് രണ്ടറ്റത്തു നിന്നും വെള്ളം ഊന്നിക്കോളാം. കഴിഞ്ഞോ രണ്ടുപേരുടെ ശൃംഗാരം? സന്ദീപ് അവിടുന്ന് എന്ന് വരുമോളെ? അവന് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയോ? അത് വേണ്ടിയിരുന്നില്ല. സാരല്ല, സന്ദീപിന് പുലരാറാവുമ്പോഴേക്കും ഇങ്ങ് എത്താലോ. എന്നാലും കാറിലുള്ള യാത്ര ഒഴിവാക്കാമായിരുന്നു. ഇതുപോലൊരു രാത്രി യാത്രയില്ല അവന്റെ അച്ഛനെ എനിക്ക് നഷ്ടമായത്. പുറപ്പെട്ടില്ലെങ്കിൽ അവനെ വിളിച്ച് രാത്രി യാത്ര ഒഴിവാക്കാൻ പറയാം. അല്ല, സുകുമാരി അമ്മയ്ക്ക് ഇന്ന് സ്കൂളിൽ പോണ്ടേ? പോണം. അവിടുത്തെ കാര്യങ്ങളൊന്നും മനസ്സിൽ വിചാരിച്ച പോലെ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇവളെ അവിടുത്തെ മാനേജരാക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ ശ്രീകലയും തമ്പിയും വർഷയൊന്നും അതൊരു തരത്തിലും സമ്മതിക്കുന്നില്ല. മോൾക്ക് മാനേജർ ഒന്നും ആവണ്ടെന്നാ പറയുന്നത്. അല്ലാതെ തന്നെ മോള് സ്കൂള് ഭംഗിയായി നോക്കി നടത്തിക്കോളാന്ന്. നിനക്കതിന് കഴിയുമെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു തരത്തിലും ആ സ്കൂള് രക്ഷപ്പെടരുതെന്നാ ഇവിടെയുള്ളവർക്ക്. ഡയറക്ടേഴ്സ് ബോർഡില് ഭൂരിപക്ഷവും അവരുടെ ആൾക്കാരാ. അവര് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും. പക്ഷെ എന്റെ കാലം കഴിയുന്നത് വരെയെങ്കിലും ആ സ്കൂള് നല്ല രീതിയിൽ നടന്നു പോവണം. ഡയറക്ടേഴ്സ് ബോർഡില് സന്ദീപും സുകുമാരി അമ്മയും തമ്പിസാറും ശ്രീകല മാഡവും വർഷയല്ലാതെ വേറെ ആരുമില്ലേ? ആ, പിന്നൊരാൾ കൂടിയുണ്ട്.
എന്റെ അനിയൻ കുഞ്ഞികൃഷ്ണൻ. പക്ഷേ അവനിപ്പൊ എവിടെയാണെന്നോ എന്ത് ചെയ്യാണെന്നോ ആർക്കും അറിയില്ല. സന്ദീപിന്റെ അച്ഛന്റെ മരണശേഷം ശ്രീകല തമ്പിയെ വിവാഹം ചെയ്തതോടെ അവൻ കുടുംബവുമായി തെറ്റിപ്പിരിഞ്ഞു. സന്യാസത്തിന് പോകുന്നെന്നും പറഞ്ഞ് വീട് വിട്ടതാ. കുഞ്ഞുനാൾ മുതലേ അവൻ ആത്മീയ വഴിയിലായിരുന്നു ശ്രദ്ധ. അവൻ വന്നിരുന്നെങ്കില് ഈ സമയത്ത് ഞാൻ വിചാരിച്ച പോലുള്ള തീരുമാനങ്ങൾ നടപ്പാക്കാമായിരുന്നു. നിന്റെ പ്രാർത്ഥന പോലെ നടക്കും മോളെ. മൂകാംബിക ദേവി കുഞ്ഞികൃഷ്ണനെ തിരിച്ചു കൊണ്ടുവരും. കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നടക്കുകയും ചെയ്യും. ആ ഒരു പ്രതീക്ഷയിലാ ഞാനും. മോളെ, നീ വേഗം റെഡിയാവ്. ഈ വിവരം മേഡത്തെ കയ്യോടറിയിക്കണം. മേഡം, മേഡം, മേഡം. എന്താ ശകുന്തളെ, എന്തു പറ്റി? ദേവൂട്ടി ഇന്നും സുകുമാരി മേഡത്തിന്റെ കൂടെ സ്കൂളിലേക്ക് പോകുന്നുണ്ടെന്ന്. അവൾ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? ഇനി അവളെ സ്കൂളിൽ കൊണ്ടുപോകരുതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നതാണല്ലോ. സുകുമാരി അമ്മയുടെ പ്ലാൻ കണ്ടിട്ട് എന്റെ ബലമായ സംശയം ദേവൂട്ടി അവിടുത്തെ മാനേജരാക്കാൻ തന്നെയാന്നാ. അമ്മയുടെ ആ പൂതി നടക്കാൻ പോകുന്നില്ല. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അവൾ ഇനി ആ സ്കൂളിന്റെ പടി ചവിട്ടത്തില്ല. അത് മാത്രല്ല, ഇവിടുത്തെ ആ പഴയ കാർന്നോരുണ്ടല്ലോ, ആ സന്യാസി, ആ മാമനെ തിരിച്ചു കൊണ്ടുവന്ന് സ്കൂളിന്റെ ഡയറക്ടർ ആക്കണമെന്നൊക്കെ പറയുന്നത്. കുഞ്ഞികൃഷ്ണ മാമനെയോ? സത്യമാണോ ശകുന്തളെ? അതെ മേഡം. ഡയറക്ടർ ബോർഡിലുള്ള മാഡത്തിനെയും തമ്പി സാറിനെയും ഒക്കെ ഒതുക്കാനാണ് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ബി വെരി കെയർഫുൾ മാഡം. മാഡത്തിനും സാറിനും ഇപ്പോ മോശ സമയാ. സൂക്ഷിച്ചില്ലെങ്കിലേ കാൽക്കീഴിലെ മണ്ണ് വരെ ഒലിച്ചു പോവും.